സുഹൃത്തുക്കളെ, ട്രാവൽ ആൻഡ് കുക്കിംഗ് വിത്ത് JP എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി പൂവത്തുങ്കൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പരിപ്പോടയാണ്. ഏറ്റവും പുതിയ ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പരിപ്പോട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 2 കപ്പ് പരിപ്പ്. ഇത് US അളവിലാണെങ്കിൽ 24 ഔൺസ് അല്ലെങ്കിൽ 1.5 പൗണ്ട് വരും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീസ് പരിപ്പാണ്, അല്ലെങ്കിൽ യെല്ലോ സ്പ്ലിറ്റ് പീസ്. പീസ് പരിപ്പ് കിട്ടിയില്ലെങ്കിൽ ചനാദാലോ തൂർദാലോ തുവരപ്പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ എടുക്കാം. പരിപ്പോടയുടെ പരിപ്പ് എന്ന് പറയുന്ന ഈ പീസ് പരിപ്പാണ്, ഗ്രീൻ പീസിന്റെ പരിപ്പ് അല്ലെ യെല്ലോ സ്പ്ലിറ്റ് പീസ്. നിങ്ങൾ കടയിൽ ചെന്ന് പരിപ്പോട ഉണ്ടാക്കാനുള്ള പരിപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സാധനം കിട്ടും. 25 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, സവോളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത്, 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിവിടെ നീളമുള്ള കൊമ്പമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കാന്താരി മുളകാണ് എടുക്കുന്നതെങ്കിൽ ഒരു 20 എണ്ണം വരെ എടുക്കാം. പിന്നെ എരിവ് അധികം കൂടുതൽ വേണ്ടാത്തവരാണെങ്കിൽ ഒരു 15 അത് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. 2 ടീസ്പൂൺ ഉപ്പ്, ടീസ്പൂണാണ് അത് ഓർത്തണം. 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 6 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, 6 വറ്റൽമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് ഈ പരിപ്പോട ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും, ഞാനിവിടെ കനോല ഓയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഈ പരിപ്പ് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് നേക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് 2 മുതൽ 3 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ ആ പരിപ്പ് കുതിരാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് നല്ലപോലെ വെള്ളം വാരാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ തരിതരിയായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കരുത്. പരിപ്പടയ്ക്ക് ആകുമ്പോഴത്തേനും ഒരു ചെറിയ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ അരയ്ക്കുന്നില്ല. ഈ അരച്ച പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്കിത് അല്പം പോലും വെള്ളം ചേർക്കാതെ തരിതരിയായിട്ട് അരച്ചെടുക്കാം. ഇത് ഏകദേശം 20 പരിപ്പോടെ ഉണ്ടാക്കാനുള്ളതാണ് ഉള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ പകുതി മതിയെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് ഒരു 4 പ്രാവശ്യമായിട്ട് 5 പ്രാവശ്യമായിട്ട് വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിവശം ഭയങ്കരമായിട്ട് അരിഞ്ഞും പോവും. എല്ലാം ഒരുപോലെ ഈവനായിട്ട് അരിഞ്ഞു കിട്ടിയാൽ. അപ്പം നല്ലപോലെ അരയ്ക്കരുത്, തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ ഇത്രയാണ് എടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപ്പ് നമ്മൾ ചെറിയ തരിതരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരിഞ്ഞിട്ടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പശ വേണം താൻ ഈ പരിപ്പോടെ ആ ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്തോട്ട് ആ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, 2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആ മാറ്റി വെച്ചിരുന്ന അരയ്ക്കാത്ത പരിപ്പ് ഇവ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പരിപ്പോടയ്ക്കുള്ള മിക്സ് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും മുളകും കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പരിപ്പോട ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപ്പോട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കുടിവെള്ള പാത്രത്തിലേക്ക് അല്പം ഏറെ എണ്ണ ഒഴിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാകാൻ വെക്കുക. ഹൈയിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എണ്ണ ചൂടാകാൻ വെക്കാൻ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിൻ്റെ ലോയുടെ ഇടയ്ക്കോട്ട് ഇടുക. ഫ്ലെയിം വളരെ കുറവായിരിക്കണം. കൂടിപ്പോയാൽ ഈ പരിപ്പുവടയുടെ പുറം കരിഞ്ഞു പോവുകയോ ഉള്ളു വേകുകയില്ല. ഒരു പിടി പരിപ്പുവടയുടെ മാവെടുത്ത് ഒരു ലഡുവിൻ്റെ വലിപ്പമുള്ള ബോളാക്കിയിട്ട്, ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ബോളാക്കിയിട്ട് 2 കൈയുടെ ഇടയിൽ വെച്ച് കനം കുറച്ച് പരിപ്പോടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. എന്നിട്ട് പതിയെ എണ്ണയിലേക്ക് ഇടുക. ഇതുപോലെ വലിയ പാത്രമാണെങ്കിൽ ഒരേ സമയം ഒരു 4 വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് സൈഡിലൊക്കെ ഒന്ന് ഷേപ്പ് വരുത്താം. മട്ടെണ്ണയിലേക്ക് ഇതിൽ തീയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് പരിപ്പ് വേകാത്ത പരിപ്പാണ്. നമ്മൾ
കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇറച്ചി ഓൾറെഡി വെന്തതാണ്, പരിപ്പുവട ഉണ്ടാക്കുന്ന പരിപ്പ് വേകാത്തതാണ്. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കാൻ, അല്ലെങ്കിൽ പരിപ്പുവടയുടെ പുറം കരിഞ്ഞും പോവും, ഉള്ളു വേവുകയില്ല. ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉരുളയായിട്ടെടുത്ത് ഉണ്ടാക്കിയാലും മതിയാവും, നിങ്ങൾക്കൊരു വശം വരുന്നോണം വരെ. പുറകുവശം ഒരു അല്പം വെന്ത് കഴിയുമ്പോൾ ഈ പരിപ്പുവട തിരിച്ചിടുക. ഒരു വശം മൂത്ത് വരുന്നത് ഒന്ന് മറിച്ചിടുക. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടാലേ ഉള്ളു വെന്ത് വരുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു വേകുകയില്ല, പുറം കരിഞ്ഞും പോകും. അല്പസമയം എടുത്ത് വെന്താലും കുഴപ്പമില്ല. ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാം, എല്ലായിടവും ഒന്ന് ഈവനായിട്ട് വേകാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് അല്പം കൂടുതൽ സമയം എടുക്കും കുക്ക് ചെയ്യാൻ. പക്ഷേ അപ്പോഴേ ഉള്ളു നല്ലതുപോലെ വെന്ത് വരും, പുറം നല്ല ക്രിസ്പി ആയിട്ട് കരിയാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തീ എപ്പോഴും ശ്രദ്ധിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടണം. ഇപ്പോൾ ഈ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യം ഇട്ട്. ഇതുണ്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും ഇത് റെഡിയാവും. ഇത് ഈ കളറിൽ. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മുറിച്ച് നോക്കി മേക്ക് ഷുവർ ആക്കണം ഉള്ളു വെന്തോന്ന്. ഉള്ളു വെന്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഇടണം. ഇതിപ്പോൾ കണ്ടോ, അല്പം പോലും കരിഞ്ഞിട്ടില്ല, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടിരിക്കുന്നു. ഇതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പരിപ്പുവട മൊത്തം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ പരിപ്പുവട ഷേപ്പ് ആക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടല്ല കൈ പ്രസ് ചെയ്യേണ്ടത്. കയ്യെ ഇങ്ങനെ ഒരു കുരിശ് ആകൃതിയിൽ ഇങ്ങനെ എക്രോസ് ആയിട്ട്, ഒരു കൈക്ക് ഒരു കൈ എക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഷേപ്പ് വരും. ഇടയ്ക്ക് കയ്യിൽ മാവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കൈയൊന്ന് കഴുകിയിട്ട് തുടയ്ക്കണം. ഒത്തിരി മാവ് കയ്യെ പറ്റിയിരുന്നാൽ ആ പരിപ്പുവടയുടെ ഷേപ്പ് പോകും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ പരിപ്പുവടയെല്ലാം ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.